അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി ഞങ്ങൾ ബസ് പിടിക്കാൻ പോവാം. ബസ് കിട്ടും, ഓട്ടോ കിട്ടും, ടാക്സി കിട്ടും, നമുക്ക് ഏതിന് വേണമെങ്കിലും പോവാം. ബസ്സായിരിക്കും ഏറ്റവും നല്ലത്. അധികം ആളൊന്നും ഉണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം. ആ പക്ഷെ അമ്പലത്തിൻ്റെ അവിടെ ചിലപ്പോൾ അഴിച്ചു വേണം കേട്ടോ. ഇവിടെ ഇങ്ങനെ കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം കിട്ടും. റോഡിൻ്റെ സൈഡിൽ അപ്പം ദോശ, ഇഡ്ഡലി ഒക്കെ കിട്ടും. ഇതിലാൾ ഫുള്ളായതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറിയില്ല കാഴ്ച. അടുത്ത ബസ് വരുന്നു, അതിൽ പോകുന്നത്. ഇത് ഓട്ടോകൾ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കാഴ്ച. ഞങ്ങളങ്ങനെ കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇനി മെയിൻ തിരുമല അമ്പലത്തിലേക്ക് പോവുകയാണ്. മെയിൻ അമ്പലത്തിലെ ദർശനത്തിനാണ് പോവുകയാണ്. ഞങ്ങളുടെ ദർശന സമയം 9 മണിയാണ്. എന്നാലും ഞങ്ങൾ കരുതി നേരത്തെ പോവാം, അപ്പം നേരത്തെ ക്യൂവിൽ കയറുമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് പോവാണ്. ഞങ്ങളിവിടെ വന്ന് പറഞ്ഞു നല്ല തിരക്കാണ് ഇപ്പോൾ ഒന്ന്. ഇതാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ മെയിൻ കവാടം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചുരങ്ങളാണ്, വളഞ്ഞും പുളഞ്ഞുമുള്ള ചുരങ്ങളൊക്കെ കയറി വേണം ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ചെക്കിംഗ് ഉണ്ടാവും. നമ്മുടെ കയ്യിലുള്ള ബാഗ് നമ്മളെ എല്ലാം ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് കുപ്പികളൊന്നും അധികമായിട്ട് അവർ അനുവദിക്കില്ല. പക്ഷേ എന്നാലും ചിലവരുടെയൊക്കെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പി ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവർ നമ്മളോട് ചോദിച്ചായിരുന്നു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടോയെന്ന്. പക്ഷേ പ്ലാസ്റ്റിക് കുപ്പിയും അവിടെ മേളിൽ അമ്പലത്തിൽ ചിലവരുടെ കൈ ഇരിക്കുന്ന കണ്ടായിരുന്നു. എന്നും പറയാനില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോന്തോറും നമ്മൾ മനസ്സൊക്കെ വേറൊരു പ്രത്യേക രീതിയിലായി മാറും. നമ്മളങ്ങ് ഒരു ആത്മീയമായിട്ടുള്ള മറ്റൊരു ലോകത്തിൽ ചെന്ന് പെട്ടതാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഒരു സ്വർഗത്തിൽ ചെന്ന ഒരു ഫീലിങ്സാണ് നമുക്കുണ്ടാകുന്നത്. ഇവിടുത്തെ വഴികൾ നോക്കൂ, ഭയങ്കര കാടും മലകളും ഒക്കെയായി കാണുന്നത്. ഞങ്ങളിപ്പോൾ ബസ്സിലാണ് പോകുന്നത്. ചെക്കിങ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇനി എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്, ചെക്കിങ് ചെയ്യാനായിട്ട്. ആരുടെയോ ബാഗിൽ എന്തോ ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗാണോ അത്? അയ്യോ നമ്മുടെ ബാഗ് അച്ഛല്ല അങ്ങോട്ട്. ഓ ആയ് क्या हो गया? अटक गया था क्या? എന്നിട്ട് നമ്മുടെ ബസ് വന്നു. അപ്പോൾ എല്ലാവരും ബസ്സിൽ തന്നെ തിരിച്ചു കയറുക. ഇവിടെയാണ് ചെക്കിങ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ മെയിനായിട്ടും ഭാഷ ഒരു പ്രശ്നമാണ്. ഇവിടുത്തെ ഭാഷ നമുക്കറിയത്തില്ല, പക്ഷേ ഹിന്ദി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. വണ്ടിയുടെ ഡ്രൈവർമാരോടായാലും ആരോടും നമ്മൾ ഹിന്ദി സംസാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും മറുപടി പറയുന്നുണ്ട്. പക്ഷെ മലയാളമൊന്നും ആരും പറഞ്ഞൊന്നും കേട്ടില്ല. എന്നാലും കുഴപ്പമില്ലെന്നേ, ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ കൈ വെച്ച് ആംഗ്യം കാണിച്ചിട്ട് എങ്ങനെയായാലും നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. എന്നാൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വരണം എന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മേളിലോട്ട് ചെന്ന് അമ്പലത്തിൻ്റെ ആ പരിസരത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ സ്വർഗത്ത് വന്ന ഒരു ഫീല് തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഇനി എല്ലാവർക്കും അങ്ങനെ ആണോ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഈ മലകളൊക്കെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണ്. ഈ തിരുപ്പതി അമ്പലത്തിലെ ഫോട്ടോസിലൊക്കെ കാണുന്ന മല ഈ കാണുന്നതൊക്കെയാണ്. നമ്മളുണ്ടല്ലോ ഇവിടെ ഈ തിരുമലയിൽ പോകാനായിട്ട് തിരുപ്പതിയിൽ നമുക്ക് ട്രെയിൻ ഇറങ്ങുമ്പോഴേ ഉണ്ടല്ലോ നമുക്കൊരു പ്രത്യേക അനുഭവമാണ്. പിന്നെ വേറൊരു ലോകത്ത് ചെന്നെത്തിപ്പെട്ട കണക്കുള്ള ഒരു ഇതാണ്, എന്താ പറയുന്ന ഒരു ആത്മീയമായ ഒരിത്, അങ്ങനെ ഒരിത് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കണം പറ്റുമെങ്കിൽ. അത് പൈസ വളരെ കുറച്ച് ട്രെയിനിലൊക്കെ വന്ന് ഇവിടുത്തെ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പൈസ വളരെ കുറച്ചേ ആവത്തുള്ളൂ. അങ്ങനെയൊക്കെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ബസ്സിൽ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്ക്. ഒരുപാട് തിക്കും തിരക്കും ഒന്നുമില്ല ബസ്സിൽ. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ.
സൈഡിലേക്ക്. അപ്പോൾ 2 സൈഡിലേക്കൂടെ 180 രൂപയാവും. നമുക്ക് അങ്ങോട്ട് പോകുമ്പം തന്നെ റിട്ടേൺ ആയിട്ടുള്ള ടിക്കറ്റും എടുക്കാം. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് മാത്രമായിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഡ്രസ് കോഡും ഉണ്ട്. ജീൻസ് പറ്റത്തില്ല, പാൻറ്റും ചിലപ്പോൾ അവർ പിടിച്ചു നിർത്തും അവിടുത്തെ സെക്യൂരിറ്റിക്കാർ. അതുകൊണ്ട് മാക്സിമം മുണ്ട് ഉടുത്തുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. സ്ത്രീകൾ സാരി, ചുരിദാർ ഇടാം കേട്ടോ, ചുരിദാർ ഇടുന്നതിന് കുഴപ്പമില്ല. പിന്നെ ജീൻസ് അങ്ങനെയുള്ളതൊന്നും പറ്റത്തില്ല. ആണുങ്ങൾ കുർത്ത, പൈജാമ, പിന്നെ ഓരോരുത്തരും മുണ്ടാണ് മോസ്റ്റ്ലി ഉടുത്ത് ഞാൻ കണ്ടത്. അങ്ങനെ അധികമൊന്നും ആരും പാൻറ് ഇട്ടൊന്നും വന്നിട്ടില്ല. ഈ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ, ചിലവർ അങ്ങ് വിടും, പാവങ്ങളായിട്ടുള്ള സെക്യൂരിറ്റിക്കാരാണ്. ചിലവർ പറ്റൂല, നിങ്ങൾ പോയി മുണ്ടെടുത്തുകൊണ്ട് വയ്ക്കും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലെത്തി. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലെത്തിക്കഴിഞ്ഞാൽ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ സ്ത്രീകൾക്കുള്ളത് വള, മാല, കമ്മൽ, ഡ്രസ്സ് ഇതൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ പൂജാ സാധനങ്ങൾ. ആണുങ്ങൾക്കുള്ളതൊന്നും കിട്ടത്തില്ല കേട്ടോ, അങ്ങനെയൊന്നും ആരും പേടിക്കണ്ട. നമ്മളൊക്കെ ഉണ്ടല്ലോ സ്ത്രീകൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. ഞങ്ങളിപ്പോൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്നതേ ഉള്ളേ. ഞാൻ ഈ വീഡിയോ എടുത്തെടുത്ത് ഇവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേന് ഏട്ടൻ എൻ്റെ വഴക്ക് പറഞ്ഞു, വാ ഇങ്ങോട്ട് പോകും, നമുക്ക് അമ്പലത്തിൽ പോകാം. ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഇരുട്ടും, അപ്പോഴും നമുക്ക് ഇവിടെ അങ്ങ് കയറാൻ പറ്റത്തില്ല. ഇരുട്ടുന്നതല്ല, നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോഴല്ലോ അങ്ങ് ടയേർഡാവും. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങ് റൂമിൽ പോയിട്ട് കിടന്നാൽ മതിയെന്നാവും അങ്ങ്. അതുകൊണ്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇതൊന്നും നോക്കാൻ പോലും ഞാൻ നിൽക്കത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, അങ്ങ് ഒത്തിരി ടയേർഡാവും. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നോക്കി നോക്കി പോവുക. നമ്മൾ ഒത്തിരി നേരത്തെയാണ് വന്നത്, എന്നാലും നമുക്ക് ചെന്ന ഉടനെ തന്നെ ലൈനിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അത് കണക്ക് താഴെയുള്ള അമ്പലത്തിനെയും കാട്ടി വില കുറവാണ് ഇവിടെ. അത് അന്നേരം എല്ലാവരും താഴെ അമ്പലങ്ങളിൽ നിന്ന് മേടിക്കാം എന്ന് വിചാരിച്ചിരിക്കേണ്ട, ഇവിടുന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകുക. നല്ല വില കുറവ്, നല്ലോണം ബാർഗെയിനിങ്ങും ചെയ്യണം കേട്ടോ, എന്നാലേ വില കുറച്ച് കിട്ടും. അവരിപ്പോൾ ഒരു സാധനത്തിന് ഡബിൾ വിലയായിരിക്കും പറയുന്നത്. നന്നായിട്ട് ബാർഗെയിനിങ് ചെയ്താൽ മതി. നമ്മുടെ വിളക്ക് ഇതൊക്കെ കണ്ടോ, മൂർത്തികൾ, പിന്നെ വള, മാല, എല്ലാ കാര്യങ്ങളും കിട്ടും. ഈ വിളക്കൊക്കെ നല്ല ഇത് കിട്ടും. നല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ നിലവിളക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി ഉണ്ട്. വിലയ്ക്ക് നല്ല വിലയ്ക്ക് കിട്ടുകയും ചെയ്യും പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിനേയും കാട്ടി. അങ്ങനെ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും എന്താണെന്ന് പറയുമ്പോൾ സോഡ കുടിക്കും. സോഡയാകുമ്പോഴത്തേന് ഈ അവിടുത്തെ വെള്ളമല്ല, അവിടുത്തെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു വല്ലാത്ത ടേസ്റ്റ് തോന്നും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുക്ക തന്നെ എത്തി. ഇനി ഇവിടെ നമ്മൾ അമ്പലത്തിൻ്റെ എന്താ പറയുന്നത്, ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ക്യൂവിൽ കയറേണ്ട സ്ഥലം. ഇതിന് ഒരു സ്ഥലം പറയാം. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും നമ്മൾ എവിടെ നിന്നാണ് ക്യൂവിൽ കയറേണ്ടതെന്ന്. അപ്പം പോലീസുകാരോടോ അവിടെ ഉള്ളവരോ സെക്യൂരിറ്റിയോ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും, ഡ്രൈവേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെവിടെ കൊണ്ടാക്കും. മെയിനായിട്ട് ജീപ്പുകാരോടൊന്നും ചോദിക്കല്ലേ. ജീപ്പുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണെന്നാണ് നമുക്ക് ക്യൂവിൽ കയറേണ്ടതെങ്കിലും ജീപ്പുകാർ പറയും, അയ്യോ ഇവിടുന്ന് കുറേ ദൂരമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഞങ്ങൾ കൊണ്ടാക്കാം. എന്നിട്ട് നമ്മൾ അവരുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവർ റൗണ്ട് അടിച്ച് നമ്മളാ നിന്ന സ്ഥലത്ത് തന്നെ കൊണ്ടാക്കും. ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചത് എന്താണെന്നറിയോ, ധനുഷ് അധികം മുണ്ടുടുത്തിട്ടില്ലല്ലോ. ഇവന് താഴേന്ന് മുണ്ടുടുത്തോണ്ട് വരണം എന്ന് അവന് തന്നെ ഇതായിരുന്നു. ഞാൻ മുണ്ടുടുത്തോളാം, കുഴപ്പമൊന്നും ഇല്ലാന്ന്. എല്ലാ വർഷവും ഞങ്ങൾ അടിയിൽ പാൻറ് ഇട്ടിട്ട് മുണ്ടുടുത്തോണ്ടാക്കിയാണ് വരുന്നത്. ഇപ്രാവശ്യം വേണ്ട, അവൻ മുണ്ടുടുത്തോളാം, മുണ്ടുടുത്തോണ്ട്. എൻ്റെ ദൈവമേ, അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരാ മുണ്ടഴിച്ചു കൊടുപ്പേ ഉള്ളായിരുന്നു ഒറ്റ പണി. അതിനാ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്നത്. അവൻ ശ്വാസം വിടാതെ നടക്കുമായിരുന്നു, മുണ്ടഴിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ ക്യൂവിൽ കയറിയിട്ട് ഇവിടുന്ന് ഇനി കയറി കഴിഞ്ഞ് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഏതാണ്ട് ഒരു 2-3 കിലോമീറ്റർ ദൂരെ ആയപ്പോൾ ക്യൂവിൽ കയറിയത്. ഇനി ഇവിടുന്ന് നടന്ന് ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നമ്മുടെ പിന്നെ എല്ലാം ചെക്ക് ചെയ്യും. അതായത് നമ്മളെ ഫുൾ ചെക്ക് ചെയ്യും, നമ്മളെ ബാഗ്, അതേ കണക്ക് ഫോണ്, ഇതെല്ലാം സ്മാർട്ട് വാച്ച് സഹിതം അവരവിടെ മേടിച്ച് വയ്ക്കും. സ്മാർട്ട് വാച്ചൊന്നും കിട്ടുമ്പോൾ കൂടെ കേട്ടോ. അപ്പോൾ അതെല്ലാം തിരിച്ച് അവിടെ മേടിച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ്, നമ്മുടെ ആധാർ കാർഡ് ചെക്ക് ചെയ്യും. ആധാർ കാർഡ് കോപ്പി ആയാലും മതി, അല്ല ഒറിജിനൽ ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഇനി അകത്തേക്ക് കയറ്റി വിട്ട് നോക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് റോഡിൽ തന്നെയാണ്. ഇനി ഇവിടുന്ന് കുറേ പോകണം. ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ അമ്പലത്തിനടുക്കുന്ന 3 മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് 5 മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. പക്ഷേ ഈ 5 മണിക്കൂർ നമ്മൾ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അതേ നോക്കൂ, ആൾക്കാർ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്, പിന്നെ വാഷ്റൂം ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്.
അങ്ങനെ പറഞ്ഞു വന്ന ലൈനിന്റെ നീളത്തെ പറ്റി. അപ്പൊ 5 മണിക്കൂറെങ്കിലും ഇപ്രാവശ്യം ലൈൻ നിൽക്കണമെന്നാണ് പറയുന്നത്. ഭയങ്കര തിരക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീലേ തോന്നത്തില്ല. കൊച്ചുങ്ങളെയും കൊണ്ടും പ്രായമായവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. അത് അവർക്ക് വേണ്ടിയിട്ട് ഇരിക്കാനുള്ള സൗകര്യം ചില വീഡിയോയിലൊക്കെ ഞങ്ങൾ കണ്ടു കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് ഈ ലൈൻ പാസ് എടുക്കാതെ, അതായത് നമ്മൾ ഡയറക്റ്റ് അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ ഫ്രീ ദർശനത്തിനുള്ള ഇത് കിട്ടും. അപ്പോൾ പൈസയൊന്നും കൊടുക്കാതെ അങ്ങനെയുള്ളവർക്ക് 12-13 മണിക്കൂറൊക്കെ ലൈനിൽ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം ഉണ്ട്, വെള്ളം കുടിക്കാം, എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ടിക്കറ്റ് 300 രൂപയുടെ ടിക്കറ്റ് എടുക്കാതെ നമുക്ക് ദർശനത്തിന് വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വരാം കേട്ടോ. അന്ന് നമുക്ക് തൊഴാൻ പറ്റും. നമ്മൾ താഴെ വന്നിട്ട് ഈ ശ്രീനിവാസം കോംപ്ലക്സ്, മാധവൻ കോംപ്ലക്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് അവിടെ രാത്രിയിൽ ഒരു 12 മണിയാകുമ്പോൾ തൊട്ട് ക്യൂ നിൽക്കണം. ക്യൂ നിന്ന് കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് 4-5 മണിക്ക് അവരവിടുന്ന് ടിക്കറ്റ് തരും. അപ്പോൾ നമ്മൾ അവിടുന്ന് പൈസ കൊടുത്തിട്ടുള്ളത് അവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് വരാം. പക്ഷെ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അഗർ കിട്ടാതെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് അവിടെ ശ്രീനിവാസം കോംപ്ലക്സിലേക്ക് പോയപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്ന ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞു ടിക്കറ്റ് എടുക്കാനാണ്, ദർശനത്തിനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് ഇല്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇത് എപ്പോൾ എത്തും നോ ഐഡിയ. 5-6 മണിക്കൂറെങ്കിലും വേണമെന്നാണ് പറയുന്നത്. നോക്കാം എത്ര സമയം എടുക്കുമെന്നുള്ളത്. ഇരിക്കാനുള്ള സ്ഥലവും വെച്ചിട്ടുണ്ട്. ഫാനുണ്ട്, ലൈറ്റുണ്ട്, അവിടെ വെള്ളം കുടിക്കാനുള്ള സുവിധയുണ്ട്. അവിടെ വെള്ളം കുടിക്കാനായിട്ട് വെള്ള പൈപ്പുകളും വെച്ചിട്ടുണ്ട്. ഇരിക്കാനും സീറ്റുമുണ്ട്. ഞങ്ങളുടെ ഫോണോ പിന്നെ ലഗേജ്, അതായത് ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇവിടുന്ന് ചെന്നിട്ട് ഫോണും ബാഗും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അവിടെയാണ് ചെക്കിങ് ചെയ്യുന്നത്. ചെക്കിങ്ങൊക്കെ ചെയ്തിട്ടാണ് പോകുന്നുണ്ട്. വാഷ്റൂമിൽ പോകാനായിട്ടുള്ള സൗകര്യം ഇവിടെയുണ്ട്. അത് വാഷ്റൂമിൽ പോകുന്നതാണ്. ധനുഷിന് മുണ്ട് കൊടുക്കാനായിട്ട് നമ്മളിവിടെ പോയിട്ടുണ്ട്. അല്ല, വേണ്ട, ഇതിനകത്ത് ഇറങ്ങി പോയിട്ടുണ്ട് നമ്മൾ. നോക്ക്. അപ്പോൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് ചെക്കിങ് ഉണ്ടാവും. നമ്മുടെ ആധാർ കാർഡ് ചെക്ക് ചെയ്യും, നമ്മുടെ ടിക്കറ്റ്. ഇതിപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന 300 രൂപയുടെ ലൈനിലാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യും. പിന്നെ നമ്മളെ ഫുൾ ചെക്ക് ചെയ്യും. നമ്മുടെ ഫോണ് ഇതെല്ലാം മേടിച്ച് അവിടെ വെക്കും. അപ്പോൾ ഇനി അവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാണിച്ചു തരാം അവിടെ. ഞങ്ങളങ്ങനെ തൊഴുതിട്ട് വെളിയിലിറങ്ങി ലഡു ഒക്കെ മേടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ സമയം 2 മണിയായി. എന്നാലും അങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല. പക്ഷേ എന്നാലും നല്ല ക്ഷീണമായി. കാരണം ഞങ്ങൾ ഇന്നലെ യാത്രയൊക്കെ ചെയ്ത് പിന്നെ ഒന്ന് വിശ്രമിച്ചതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് വന്ന് അമ്പലത്തിൽ തൊഴാൻ വന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് വണ്ടി എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം ഇനിയിപ്പോൾ ഡയറക്റ്റ് പോവുകയാണ്. സത്യം പറയാലോ, എന്തൊക്കെയോ മേടിക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ വന്നതാണ്. പക്ഷേ ഒരു സാധനവും മേടിക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് ടയേർഡായി. ഇനിയിപ്പം നമുക്ക് നന്നായിട്ട് ദർശനം കിട്ടി കേട്ടോ. നന്നായിട്ട് ദർശനം കിട്ടി. പറഞ്ഞല്ലോ, അതിനകത്ത് കയറുമ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ ഒരു വിളിയേ ഉള്ളൂ, ഗോവിന്ദ 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 എന്ന് ഇങ്ങനെ വിളിച്ച് നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ഒരു വല്ലാത്ത ഫീലിങ്സാണ്. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വെളിയിലിറങ്ങി. സമയം എത്ര ആയെന്നറിയോ? 2 മണി രാത്രി. ഇപ്പോഴാണ് ദർശനം കഴിഞ്ഞിട്ട് വെളിയിലെത്തി. കുറേ കാണുന്ന അമ്പലം, കളർഫുൾ ആയിട്ടുള്ള അമ്പലം. കളർഫുൾ ആയിട്ടുള്ള അമ്പലമാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ കർപ്പൂരമൊക്കെ കത്തിച്ച് ഭഗവാന് ഇതാണ് ഭഗവാന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ചെലവ് ചുരുക്കി ഇവിടെ വരാന്നുള്ളത്. ആൾക്കാർ കണ്ടില്ലേ കിടക്കുന്നത്. നമുക്ക് ഇവിടെ വന്നിട്ട് കുളിക്കാനും ഒക്കെ ഉള്ള ഫ്രീ ആയിട്ട് ബാത്റൂമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഭക്ഷണവും ഉണ്ട്, അന്നദാനവും ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ തന്നെ കുളിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തന്നെ കിടക്കാം. കിടന്നിട്ട് എത്ര നേരം വേണമെങ്കിലും കിടന്നിട്ട് പിന്നെ നമുക്ക് പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ റൂം എടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് പൈസ വളരെ കുറവാണെന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികം ചിലവൊന്നുമില്ല, പൈസയൊന്നും ചിലവാകത്തില്ല. അങ്ങനെ നമുക്ക് പൈസ ഒരുപാട് ചിലവാക്കിയും വരാം, ചിലവാക്കാതെയും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് വരണം.